ഇപ്പോ വട്ടൂരികൾക്ക് മൊത്തത്തിലുള്ള ചർച്ച ഇപ്പം എന്താണ്? ഇബ്നു തൈമിയയുമായി കൊണ്ടുള്ള ചർച്ചയാണല്ലോ. ഇബ്നു തൈമിയയെ നൗഷാദ് ഒന്ന് പുകഴ്ത്തി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നൗഷാദ് ഇബ്നു തൈമിയയെ പുകഴ്ത്തി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. കേട്ടില്ലേ? അക്കാലത്തെ പണ്ഡിതരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല. ആരുടെ? ഇബ്നു തൈമിയയുടെ. ഇനി വട്ടൂരി, രണ്ടാമത്തെ വട്ടൂരി എന്താണ് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. നമ്മളെ പമ്പൈസ് വട്ടൂരി. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. ഇബ്നു തൈമിയന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആ ജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. കേട്ടില്ലേ? ഇബ്നു തൈമിയയെ സംബന്ധിച്ച് മറ്റു വട്ടൂരിയായ പമ്പൈസ് മൗലവി പറഞ്ഞു കേട്ടോ. ആണ്ട് പൂണ്ട ഇൽമ ആർക്കുണ്ട്? ഇബ്നു തൈമിയക്കുണ്ട്. ഇബ്നു തൈമിയ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ആരാ പറഞ്ഞത്? വട്ടൂരിയായ പമ്പൈസ് പറയുന്നു, നൗഷാദും പറയുന്നു. ഇനി അവിടെ ആര് വരട്ടെ? നജീബ് മൗലവിയും വരട്ടെ. മുമ്പായിട്ട് ഹിജറ 728 വഫാത്തായ ഒരാളാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ. നമ്മളിപ്പോൾ വഹാബിസത്തിൻ്റെ പേരിൽ അതിൻ്റെ ആദർശത്തിൻ്റെ എല്ലാ അവലംബവുമായി അദ്ദേഹത്തെ വാഴ്ത്തി അദ്ദേഹത്തെ പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാലത്തുള്ള എല്ലാ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കെതിരിലും അറിയപ്പെട്ട മുഅ്തസിലത്ത് തുടങ്ങിയിട്ട് അറിയപ്പെട്ട എല്ലാ ബിദ്അത്തുകൾക്കെതിരിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചില പുത്തനാശയങ്ങളുണ്ട് എന്ന് മാത്രം. ആ പുത്തനാശയങ്ങൾ പിന്നെ വലിച്ചിഴച്ചിട്ട് ഫിത്നയുണ്ടാക്കിയതാണ് വഹാബിസം എന്ന് പറയുന്നത്. അയാളത്തിൻ്റെ കാലത്തുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ ബിദ്അത്തുകൾ വലിച്ചിട്ടാണ് പിന്നെ വഹാബിസം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പീഡനങ്ങളും ധാരാളം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അബദ്ധങ്ങൾ ധാരാളത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇജ്മാഇന് വിരുദ്ധമായ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ധാരാളമുണ്ട്. ഇത് വഹാബിസം എന്ന നമ്മുടെ ലേഖന പരമ്പരയിൽ നമ്മൾ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാമാണെങ്കിലും ദീനിനു വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പണ്ഡിതന്മാർ ധാരാളം വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മരണത്തിൻ്റെ ദിവസത്തിൽ ജനാസക്ക് കൂടിയിട്ടുള്ള ആളുകളെ എണ്ണിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ മാത്രം, അവരുടെ ശുപാർശകളെല്ലാം പൊറുക്കാൻ മാത്രം അത് തന്നെ മതി എന്ന് മഹാന്മാർ ധാരാളം പറഞ്ഞവരുണ്ട്. അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൂടിയവർ, കുളിപ്പിച്ച വെള്ളം എടുത്തവർ, ആ രീതിയിലുള്ള ബർക്കത്തുകൾ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം നേടിയിട്ടുള്ളവരുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഭരണാധികാരികളുടെ വിദേഹത്തിൻ്റെ പേരിലുള്ള പണ്ഡിതന്മാരുടെ എതിർപ്പ് മൂലമുള്ള ശിക്ഷ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വഫാത്തായത്. അത്തരം ശിക്ഷകൾ ധാരാളം തവണ അനുഭവിച്ചതു തന്നെ മതിയാകും അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയിട്ടുള്ള ബിദ്അത്തുകളൊക്കെ ചിലപ്പോൾ പൊറുക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും വിട്ടുപുറത്ത് മാഫാക്കുകയും അദ്ദേഹം ദീനിന് ചെയ്ത സേവനങ്ങൾ കബൂലാക്കുകയും അപാകതകളും പാളിച്ചകളും സംഭവിച്ച് അള്ളാഹു തആല മാഫാക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേട്ടില്ലേ നജീബ് മൗലവി പറഞ്ഞത്? നജീബ് മൗലവിയും ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം ഇതാണ്. അത് കരുതിയിട്ട് ഇബ്നു തൈമിയ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ് എന്നൊന്നും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ വിവരമുള്ള ഒരാളായിരുന്നു, നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അക്കാലഘട്ടത്തിലുള്ള ബിദ്അ ആശയക്കാരെ മുഴുവനും പൊളിച്ചെഴുതിയിരുന്നു. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ മൂപ്പരുടെ ഗ്രന്ഥങ്ങളിൽ എതിരായിട്ടുണ്ട്. ആ എതിരായ വിഷയങ്ങളാണ് ഇന്ന് വഹാബികൾ കൊണ്ട് നടക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്നാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മാറി നിൽക്കുന്നത്.
എന്നാൽ അദ്ദേഹം ഈ ശിക്ഷ അദ്ദേഹത്തെ ജയിലിലടക്കപ്പെടുകയും ജയിലിലെ മർദ്ദനം കൊണ്ട് മരണപ്പെടുകയും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെ മതി അദ്ദേഹത്തിന് വിജയിക്കാൻ എന്നൊക്കെ നജീബ് മൗലവി വിഷയത്തിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അദ്ദേഹം സുന്നി പണ്ഡിതനാണ് എന്നൊന്നും നജീബ് മൗലവി പറഞ്ഞതിലില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം ഒരു വിവരമുള്ള വലിയൊരു പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് പമ്പൈസും പറഞ്ഞത്, അത് തന്നെയാണ് നൗഷാദും പറഞ്ഞത്. ഇനി പേരോട് ഉസ്താദും കൂടി പേരട്ടെ. തൈമിയ വലിയ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ല. അതേസമയം അദ്ദേഹം പറഞ്ഞ ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ഇമാം സുബ്കി, അതുപോലെ ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി, ഇബ്നു ജമാഅ, അതുപോലെ ഇബ്നു ഹജർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമാമിങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മനോഹരമായ രൂപത്തിലാണ് പേരോട് ഉസ്താദ് ഈ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കാണെങ്കിൽ കൂട്ടരെ, ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് ഇന്ന ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ഇനിയും ബാക്കിയും കുറേ ഭാഗങ്ങളുണ്ട്. ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കേട്ടുനോക്കാം പേരോട് ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളിലൊക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ പണ്ഡിതൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന് ഇസ്ലാമിക പ്രാമാണിക രംഗത്ത് യാതൊരു പ്രസക്തിയും ഇല്ല. ശരിക്ക് കേൾക്കണം കേട്ടോ, പേരോട് ഉസ്താദ് പറയുന്നത് ശരിക്ക് കേൾക്കണം കേട്ടോ. അയാളുടെ വിഷയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇനിയും പറയട്ടെ, പേരോട് ഉസ്താദ് വരട്ടെ. അതേസമയം 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരേ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് 600 കൊല്ലത്തോളം ജനിച്ചവരും അല്ല. അങ്ങനെ ഹിജറ ആദ്യ വർഷം മുതൽ 600 വർഷം വരെ മുതഖദ്ദിമീങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം രംഗത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഒരാശയം പറഞ്ഞാൽ ആ ആശയം തള്ളപ്പെടുക എന്നല്ലാതെ മുൻഗാമികളെ തള്ളി പിൻഗാമികളെ സ്വീകരിക്കുക അങ്ങനെ ഒരു നയം ഇല്ല. അത് സുന്നത്ത് ജമാഅത്തിൻ്റെയോ ഇസ്ലാമിക മാർഗത്തിൻ്റെയോ വഴി അല്ല. എത്ര മനോഹരമായ വാക്കുകൾ, ഇത്ര മനോഹരമായ രൂപത്തിൽ ആരെ കൊണ്ടെങ്കിലും അവതരിപ്പിക്കാൻ കഴിയോ? പറയട്ടെ പേരോട് ഉസ്താദ് ബാക്കിയും കൂടിയും. അപ്പോൾ ആ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി, അത് തലാഖിൻ്റെ മസലയാണെങ്കിലും തവസ്സുലിൻ്റെ മസലയാണെങ്കിലും ഇസ്തിഗാസയുടെ മസലയാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും വിശ്വാസപരമായ വിഷയമാണെങ്കിലും മുൻഗാമികളായ പണ്ഡിതന്മാർ അഥവാ സലഫ്, 3 നൂറ്റാണ്ടിൽ ജീവിച്ച സലഫുകൾ, അവരോട് പിന്തുടർന്ന് ജീവിച്ച മുതഖദ്ദിമീങ്ങളായ ഇമാമിങ്ങളോ അവരൊന്നും പറയാത്തൊരു കാര്യം പുതുതായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് പുതിയ വാദമാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുക. അതുകൊണ്ട് വ്യക്തി നമുക്ക് യാതൊരു വിധത്തിലും പരാമർശവിധേയം അല്ല. ഈ വിഷയത്തിൽ കേട്ട നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മഹാനായ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കണം. പേരോട് ഉസ്താദ് ഇബ്നു തൈമിയ്യക്ക് വലിയ പാണ്ഡിത്യമുണ്ട് എന്നും വിവരമുള്ള ആളാണ് എന്നും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാനൊന്നും പറ്റൂല, കാരണം വിവരമുള്ള ഒരാളാണ് എന്നും മാത്രമല്ല അദ്ദേഹത്തിന് ബിദ്അത്ത് ആശയമുണ്ടെന്നും ബിദ്അത്ത് ആശയമുണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടരാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ തന്നെയാണ് എന്നുള്ള വിഷയം തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അല്ലേ? നമുക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ കേട്ടത്. ഇത് തന്നെയല്ലേ നജീബ് മൗലവിയും പറഞ്ഞത്? നജീബ് മൗലവി എന്താ പറഞ്ഞത്? നജീബ് മൗലവി പറഞ്ഞ അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹം വലിയ കഴിവുള്ള ആളാണ്, അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ആ വിഷയങ്ങളൊക്കെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്.
അതേ വിഷയം പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ബാക്കിയും കുറേ ഉണ്ട്. പിന്നെ ജയിലിലടക്കപ്പെട്ടു, ജയിലിലെ ശിക്ഷ കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്നൊക്കെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. ഈ വിഷയമാണ് നജീബ് മൗലവിയും പറഞ്ഞത്. എന്നാൽ ഈ നൗഷാദും പമ്പൈസും പറഞ്ഞതോ, അവരും പറഞ്ഞത് എന്താണ്? ആ ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ്, അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് തന്നെയാണ് ഈ നൗഷാദും അതുപോലെ തന്നെ പമ്പൈസും പറഞ്ഞത്. നൗഷാദ് ഒന്നുകൂടി പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് കേട്ടു നോക്കുക. പക്ഷേ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഗണ്ണിച്ചത്. അങ്ങനെ തന്നെയാണ് നൗഷാദെ ഗണ്ണിച്ചത്. ഇബ്നു തൈമിയയെ പറഞ്ഞ ആളുകളൊക്കെ അദ്ദേഹം വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൗലാന പേരോട് ഉസ്താദ് ഇബ്നു തൈമിയയെ ഗണ്ണിച്ചത്. നജീബ് മൗലവിയും അതുപോലെ തന്നെയാണ് ഗണ്ണിച്ചത്. നീ പറഞ്ഞ ആ വിഷയത്തിലും അതുപോലെ തന്നെയാണ് നീ ഗണ്ണിക്കുന്നത്. പമ്പേസ് പിന്നെ ഗണ്ണിക്കുന്നൊന്നുമില്ല. പമ്പേസ് അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഈ കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും വിവരം കൂടിയാലും അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ വിവരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പമ്പേസ് പറയുന്നത്. പമ്പേസിന് പിന്നെ അത്ര വലിയ കഥ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒട്ടൂരികളിൽ പ്രസംഗിക്കാൻ ചീന പറഞ്ഞു ചേർന്നത് പോലെ അങ്ങനത്തെ ഒരാളായിട്ട് ഇങ്ങനെ പോവുക. ഓൻ്റെത് പിടി ഇജും അതിലിങ്ങനെ വലിയ ഷെയ്ഖാണല്ലോ, അതിലേറ്റവും വലിയൊരു ഷെയ്ഖാണല്ലോ. അപ്പോൾ ഇജും പറഞ്ഞത് എന്താണ്? ആര് പറയുകയാണെങ്കിലും ഇബ്നു തൈമിയയുടെ പാണ്ഡിത്യത്തെ പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഗണ്ണിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നൗഷാദെ ഉള്ളത്? അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ ഗണ്ണിച്ചത് പേരോട് ഉസ്താദ് നജീബ് മൗലവി. ഇജു അങ്ങനെ തന്നെയല്ലേ ചെയ്തത് നൗഷാദെ? എന്താ നൗഷാദെ ജനങ്ങളെ പൊട്ടനാക്കണ്? എന്തിനാണ് ഈ ജനങ്ങളുടെ ഇടയിൽ പണ്ഡിതന്മാരെ ഇകഴ്ത്തി കൊണ്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് നൗഷാദെ? ഇതൊക്കെ എൻ്റെ ശബ്ദം കേട്ട് നീ പേരോട് ഉസ്താദിനെ പറയുന്നത് കേട്ട്, നീ പേരോട് ഉസ്താദിനെ പറയുന്നതും നീ കളിയാക്കുന്നതും കേട്ട് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഇറങ്ങി. മുജാഹിദ് ബാലുശ്ശേരി ഇറങ്ങിയിട്ട് പേരോടിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു അല്ലോ ഓൻ്റെ ഒരു ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കുക. എന്നാ പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടിക്കടുത്താണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അദ്ദേഹം സക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിൻ്റെ ക്ലിപ്പ് കേൾക്കാം. എന്നാ എനക്കൊരു വർത്തമാനം കേൾക്കണോ ബാലുശ്ശേരി? എൻ്റെ ഒരു പ്രാർത്ഥനൻ്റെ ആവശ്യമേ പേരോടിനില്ല. അത് മനസ്സിലാക്കിക്കോ. പേരോടിൻ്റെ ക്ലിപ്പ് കേൾക്കാന്ന് പറഞ്ഞ ക്ലിപ്പ് കേൾക്കാന്ന് പറഞ്ഞല്ലോ, പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പാണ് ഇപ്പോൾ ഞാൻ ഈ മുന്നിട്ടത്. പക്ഷേ ഇത് ഈ ബാലുശ്ശേരി ഇങ്ങനെ പറയാൻ കാരണം നൗഷാദിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. നൗഷാദിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ബാലുശ്ശേരി എന്ത് ചെയ്തു? ഓ പേരോട് ഇതാ ഇബ്നു തൈമിയെ പുകഴ്ത്തുന്നു. എന്താണ് പറയുന്നത് നോക്കണ്ടേ? കാള പറ്റൂന്ന് പറഞ്ഞാൽ കയറെടുത്തുകാണ്ട് ഓടരുത് ബാലുശ്ശേരി. കാള പെറുവല്ലേ നോക്കണം. കാള എന്നുള്ളത് ആൺകുട്ടിയാണ്, ആണ് പെറുവല്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? കയറെടുക്കാൻ. മനസ്സിലായി എനിക്ക്? ഇജ് നൗഷാദിൻ്റെ ഒച്ചയും പുളിയും കേട്ടുകാണ്ട് തൊപ്പിയൊക്കെ വലിച്ചു മുറുക്കിയിട്ടുകാണ്ട് ഓ പേരോട് ഉസ്താദിന് മനമാറ്റം വന്നിട്ടുണ്ട്, മരിച്ചു പോകണമെന്നുള്ള ബോധം ഉണ്ടായത് കൊണ്ടാണ് കുറ്റ്യാടിയിൽ അന്ന് കുറ്റി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു വഹാബിസങ്ങളെ കൊണ്ട്. ആ കുറ്റ്യാടി മൊത്തം കാട് വെട്ടി നിരത്തി പള്ളിക്ക് പള്ളിയും കോളേജിന് കോളേജും സുന്നിക്ക് സുന്നിയും ഒക്കെ ഉണ്ടാക്കിയത്. എൻ്റെ ആൾക്കാർ മുഴുവനും കുറ്റിയും പറിച്ച് അവിടുന്ന് പോയത് അത് കുറ്റ്യാടി പേരോട് ഉസ്താദിൻ്റെ കഴിവാണ്. മനസ്സിലാക്കിക്കോ. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ പിന്നെ പേരോട് ഉസ്താദിൻ്റെ പേരോടിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഇവൻ്റെ കൊണ്ട് കേൾക്കാണ്. ഇനി പകരം ഉസ്താദ് പറയുന്നൊരു ക്ലിപ്പും കൂടെ ഉണ്ട് ഇബ്നു തൈമിയയെ സംബന്ധിച്ച്. അതും നമുക്കൊന്ന് കേട്ടു നോക്കാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു തൈമിയെ പഠിച്ച ആളാണ് സഹോദര. ഇബ്നു തൈമിയെ നല്ലപോലെ പഠിച്ച ആളാണ് ഇബ്നു ഹജറുൽ ഹൈതമി. ബദറുസ്താദ് ഇവിടെ എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയയെ നല്ലവണ്ണം പഠിച്ചയാളാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു.
ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഇബ്നു തൈമിയെ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് കൊണ്ടാണ് ഇബ്നു തൈമിയെ അത്രമാത്രം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത് എന്നാണ് ഇവിടെ പകരുസ്താ പറഞ്ഞത്. പഠിച്ചിട്ടില്ല നിങ്ങൾ, അതുകൊണ്ട് ബഹുമാനിച്ച് പറയുന്നു എന്ന് മാത്രം. അദ്ദേഹത്തെ ബഹുമാനിച്ച് പറയുന്നവരൊന്നും ഇബ്നു തൈമിയ വേണ്ട പോലെ പഠിച്ചിട്ടില്ല. അഖ്താഉ ഇബ്നു തൈമിയ എന്നൊരു ഗ്രന്ഥമുണ്ട്, അതൊന്ന് വായിച്ചിട്ട് ഒന്ന് പ്രസംഗിക്കട്ടെ. അഖ്താഉ ഇബ്നു തൈമിയ എന്ന ഗ്രന്ഥം ഒന്ന് വായിച്ചിട്ട് ഇബ്നു തൈമിയ അനുകൂലിച്ച് പ്രസംഗിക്കാൻ നാവ് പൊന്തൂല ഈമാൻ ഉണ്ടെങ്കിൽ. ഒരു കിതാബുണ്ട്, അൽ മഖാലാത്തു സനിയ ഫി ളലാലാത്ത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അത് അല്ലാമ അബ്ദുല്ലാഹിൽ ഹററി എഴുതിയതാ. അതിൽ പറയുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ കുറ്റം പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ. പകര ഉസ്താദിന്റെ ഈ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം, ഈ ക്ലിപ്പ് വെച്ചുകൊണ്ടാണ് നൗഷാദ് പേരോട് ഉസ്താദിനേക്ക് മറുപടി എന്ന് പറയുന്നത് എങ്കിൽ ഈ പകര ഉസ്താദ് പറഞ്ഞ ഈ പ്രസംഗം ഈ പമ്പൈസിനിക്കും അതുപോലെ തന്നെ നൗഷാദിനിക്കും അതുപോലെ തന്നെ നജീബ് ഉസ്താദിനിക്കും അതുപോലെ പേരോട് ഉസ്താദിനിക്കും എല്ലാവർക്കും എല്ലാവരിലേക്കും വെച്ചു കൊടുക്കാൻ പറ്റിയ വേളാണിത്. പകര ഉസ്താദ് പറഞ്ഞത്, പകര ഉസ്താദ് പറഞ്ഞ എന്താണ്, ഒരു നിലക്കും ഇബ്നു തൈമിയയെ ഉയർത്തി പറയാൻ പാടില്ല. അത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പകര ഉസ്താദ് പറഞ്ഞത്. ഒരു നിലക്കും പുകഴ്ത്തി പറയരുത്. എന്നാലോ നിങ്ങളൊക്കെ പുകഴ്ത്തിയില്ലേ? അതുപോലെ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു? പേരോട് ഉസ്താദും കിതാബ് നോക്കി വായിച്ചു കണ്ട് എന്ത് ചെയ്തു? പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ ആ പുകഴ്ത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയം പിന്തുടരണം എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ആശയം തെറ്റാണ്, ആശയത്തിലൂടെ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അല്ലേ? പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞത്. അപ്പം എല്ലാ പണ്ഡിതന്മാരും അതാണ് പറഞ്ഞത്. ഞാൻ നമ്മുടെ പകരുസ്താദിൻ്റെ ക്ലിപ്പ് ഇവിടെ വെക്കാൻ കാരണം, നൗഷാദ് പേരോടിന് മറുപടി പകരുസ്താദ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പകരുസ്താദിൻ്റെ ഈ പ്രസംഗം ഈ പറയപ്പെട്ട അനക്ക് ബാധകമാണ്, അനക്ക് ഒന്നാമത് ബാധകമാണ്. കാരണം നീയാ പറയുന്നത് ഏറ്റവും വലിയ പണ്ഡിതനാണ്, ആണ്ടുപൂണ്ടയാളാണ് എന്നൊക്കെ എൻ്റെ പമ്പൈസൊക്കെ അല്ലേ പറഞ്ഞത്. നിങ്ങൾക്കാണത് ആദ്യം ബാധിക്കുന്നത്, മനസ്സിലാക്കിക്കോ. ഇനി ജനങ്ങളെ പൊട്ടനാക്കുക അല്ലേ, ജനങ്ങളെ പൊട്ടനാക്കുക അല്ലേ, അതെൻ്റെ കുഞ്ഞാടുകൾ മുന്നിലിരിക്കണ പമ്പൈസും അതുപോലെ തന്നെ ആ ഫൈസലുണ്ടല്ലോ, ഫൈസലിനെയും അതുപോലെ തന്നെ വേറെ 2-3 ആൾക്കാരുണ്ടല്ലോ, ഓരെ പൊട്ടനാക്കിക്കോ. ജനങ്ങളെ പൊട്ടനാക്കരുത്. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. നീ കള്ളനാണ്, നീ വെറുതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഗീബത്ത് പറയുകയാണ്, നമീമത്ത് പറയുകയാണ്, ഇസ്ലാമിൽ ഫിത്നയുണ്ടാക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇന്നൊരു പ്രിയ സുഹൃത്ത് വിളിച്ചെന്നോട് പറയാണ്, ഉസ്താദേ ഞാൻ നിങ്ങളുടെ ക്ലിപ്പൊക്കെ കേൾക്കാറുണ്ട്, നിങ്ങളുടെ ക്ലിപ്പിൽ കമന്റ് എഴുതിയിരുന്നത് ഞാനായിരുന്നു. എന്നാൽ ഞാനത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം ഞാൻ ഐലക്കാട് സിയാറത്തിന് പോയി. അവിടെ എത്തിയപ്പോൾ എനിക്ക് കുരുവട്ടൂർ പോകണം തോന്നി. കുരുവട്ടൂർ പോയി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് കള്ളത്തരമാണ്, പൊള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയും വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞത്. ആയതുകൊണ്ട് ഈ കുരുവട്ടൂരിൽ കുടുങ്ങിയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിലേക്ക്, അത് AP ആണെങ്കിലും ശരി, EK ആണെങ്കിലും ശരി, സമസ്ഥാനയാണെങ്കിലും ശരി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയാണെങ്കിലും ശരി, ഏത് സുന്നിയാണെങ്കിലും ശരി, നാലും സുന്നത്ത് ജമാഅത്തിൻ്റെതാണ്. സംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ആയതുകൊണ്ട് നിങ്ങൾ ഏതിൽ കൂടിയാലും ശരി ഈ കള്ളന്മാരുടെ പിന്നിൽ നിന്ന് മാറി നിൽക്കണേ എന്നറിയിക്കുന്നു.